23/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദുഃഖം ഹരിച്ച് സുഖം നൽകുന്ന ബാബയെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും അകന്നു പോകും. അന്തമതി സ്വഗതി ഉണ്ടാകും. ചോദ്യം: ബാബ കുട്ടികളായ നിങ്ങൾക്ക് നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ ഡയറക്ഷൻ എന്തുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം: കാരണം ഓർമ്മയിലൂടെ തന്നെയാണ് ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരം ഇറങ്ങുന്നത്. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സദോപ്രധാനം ആകുന്നത്. ഇപ്പോൾ മുതൽ ഓർമ്മയിലിരിക്കുന്നതിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കുമെങ്കിൽ അന്തിമ സമയത്തിൽ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുവാൻ സാധിക്കും. അന്തിമകാലത്തിൽ ആര് സ്ത്രീയെ സ്മരിച്ചുവോ എന്ന് പാടപ്പെട്ടിട്ടുള്ളത് അന്തിമത്തെക്കുറിച്ച് തന്നെയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ 21 ജന്മങ്ങളുടെ സുഖം മുന്നിൽ വരുന്നു. ബാബയെ പോലെ മധുരമായ ഒന്ന് ലോകത്തിൽ മറ്റൊന്നില്ല. അതിനാൽ ബാബയുടെ ഡയറക്ഷനാണ് കുട്ടികളെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും എന്നെ തന്നെ ഓർമ്മിക്കൂ. ഓം ശാന്തി. ആരുടെ ഓർമ്മയിൽ ഇരിക്കുകയാണ്? ആരാണോ സർവരെയും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നവൻ, ആ ഒന്നിനോടുള്ള പ്രിയത്തിലും പ്രിയമായ സംബന്ധമാണിത്. ബാബ കുട്ടികളെ നോക്കുന്നു. അപ്പോൾ എല്ലാ പാപവും ഇല്ലാതാകുന്നു. ആത്മാവ് സദോ പ്രധാനതയുടെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദുഃഖമാണെങ്കിൽ അളവറ്റതാണല്ലോ. ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവൻ എന്ന് പാടുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാബ നിങ്ങളെ സത്യസത്യമായി എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാൻ വന്നിരിക്കുന്നു. സ്വർഗത്തിൽ ദുഃഖത്തിൻ്റെ പേരോ അടയാളമോ ഉണ്ടായിരിക്കുന്നില്ല. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ബാബയ്ക്ക് കുട്ടികളോട് സ്നേഹമുണ്ടല്ലോ. ബാബയ്ക്ക് ഏതെല്ലാം കുട്ടികളോടാണ് സ്നേഹമുള്ളത് എന്നത് അറിയുന്നുണ്ട്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ, ദേഹമായി മനസ്സിലാക്കരുത്. ആരാണോ നല്ല രത്നങ്ങൾ, അവർ ബാബയെ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓർമ്മിക്കുന്നു. ഇതും എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ജന്മജന്മാന്തരങ്ങളായി നിങ്ങളുടെ പാപങ്ങളുടെ കുടം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് നിങ്ങൾ പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവായി മാറുന്നത്. ഇതും കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്. ഇത് പഴയ ദേഹമാണ്. ദുഃഖം ആത്മാവിന് തന്നെയാണ് ലഭിക്കുന്നത്. ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ ആത്മാവിന് ദുഃഖം ഫീൽ ചെയ്യുന്നു. ആത്മാവ് പറയുന്നു, ഞാൻ രോഗിയാണ്, ദുഃഖിതനാണ്. ഇത് ദുഃഖത്തിൻ്റെ ലോകമാണ്. എവിടെ പോയാലും ദുഃഖം തന്നെ ദുഃഖമാണ്. സുഖധാമത്തിൽ ദുഃഖമുണ്ടായിരിക്കുക സാധ്യമല്ല. ദുഃഖത്തിൻ്റെ പേര് സൂചിപ്പിച്ചുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദുഃഖധാമത്തിലാണ് എന്നാണ്. സുഖധാമത്തിൽ അല്പം പോലും ദുഃഖമില്ല. സമയവും ബാക്കി കുറച്ചേ ഉള്ളൂ. ഇതിൽ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. എത്രത്തോളം ഓർമ്മിച്ചുകൊണ്ടിരിക്കുമോ അത്രയും സദോ പ്രധാനമായിക്കൊണ്ടിരിക്കും. പുരുഷാർത്ഥം ചെയ്ത് ഇങ്ങനെയുള്ള അവസ്ഥ ഉറപ്പിക്കണം. അതിലൂടെ നിങ്ങൾക്ക് അവസാനം ഒരു ബാബയുടേതല്ലാതെ മറ്റൊന്നും ഓർമ്മ വരരുത്. അന്തിമകാലത്തിൽ ആര് സ്ത്രീയെ സ്മരിച്ചുവോ എന്ന് ഒരു ഗീതവുമുണ്ട്. ഇത് അന്തിമകാലമാണല്ലോ. പഴയ ലോകമായ ദുഃഖധാമത്തിൻ്റെ അന്തിമമാണ്. ഇപ്പോൾ നിങ്ങൾ സുഖധാമത്തിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുകയാണ്. ഇത് ഓർമ്മ ഉണ്ടായിരിക്കണമല്ലോ. ശൂദ്രന് ദുഃഖമാണ്. നമ്മൾ ദുഃഖത്തിൽ നിന്നും മാറി വീണ്ടും ഇപ്പോൾ കൊടുമുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ബാബയെ ഓർമ്മിക്കണം. മോസ്റ്റ് ബിലവഡ് ബാബയാണ്. ആ ഒന്നിനേക്കാൾ മധുരമായ വസ്തു ഏതാണുള്ളത്? ആത്മാവ് ആ പരംപിത പരമാത്മാവിനെ തന്നെയാണല്ലോ ഓർമ്മിക്കുന്നത്. സർവ ആത്മാക്കളുടെയും പിതാവാണ്. അതിനേക്കാൾ മധുരമായി ഈ ലോകത്തിൽ ഒരു വസ്തുവും ഉണ്ടായിരിക്കുക സാധ്യമല്ല.
ഇത്ര അനേകം കുട്ടികളുണ്ട്. എത്ര സമയത്തിനുള്ളിൽ ഓർമ്മ വരുന്നുണ്ടാകും? സെക്കൻഡിൽ. ശരി, മുഴുവൻ സൃഷ്ടിയുടെയും ചക്രം എങ്ങനെയാണ് തിരിയുന്നത്? അതും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ അർത്ഥസഹിതം ഉണ്ട്. ആരെങ്കിലും ഡ്രാമ കണ്ട ശേഷം വരുന്നുവെന്നിരിക്കട്ടെ. ഡ്രാമ ഓർമ്മയുണ്ടോ എന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതെ എന്ന് പറയുമ്പോൾ തന്നെ തുടക്കം മുതൽ അവസാനം വരെയും മുഴുവനും ബുദ്ധിയിൽ വരുന്നു. പിന്നെ അത് വർണ്ണിച്ച് കേൾപ്പിക്കുന്നതിന് സമയമെടുക്കും. ബാബ പരിധിയില്ലാത്ത ബാബയാണ്. ആ ഒന്നിനെ ഓർമ്മിക്കുമ്പോൾ തന്നെ 21 ജന്മങ്ങളുടെ സുഖം മുന്നിൽ വരുന്നു. ബാബയിൽ നിന്നും ഈ സമ്പത്ത് ലഭിക്കുകയാണ്. സെക്കൻഡിൽ കുട്ടികൾക്ക് ബാബയുടെ സമ്പത്ത് മുന്നിൽ വരുന്നു. കുട്ടി ജനിക്കുമ്പോൾ അവകാശി ജന്മമെടുത്തതായി പിതാവ് അറിയുന്നു. മുഴുവൻ സ്വത്തും ഓർമ്മ വരും. നിങ്ങളും ഒറ്റയ്ക്ക് വേറെ വേറെ കുട്ടികളാണ്. പ്രത്യേകം പ്രത്യേകം സമ്പത്ത് ലഭിക്കുന്നുവല്ലോ. പ്രത്യേകമാണ് ഓർമ്മിക്കുന്നത്. നമ്മൾ പരിധിയില്ലാത്ത പിതാവിൻ്റെ അവകാശിയാണ്. സത്യയുഗത്തിൽ ഒരേ ഒരു കുട്ടിയാണുള്ളത്. ബാബു പറയുന്നു, നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഫീമെയിലാണ് എന്ന് മനസ്സിലാക്കാതിരിക്കൂ. ആത്മാവ് സന്താനമാണല്ലോ. ബാബു പറയുന്നു, എനിക്ക് എല്ലാ കുട്ടികളുടെയും ഓർമ്മയുണ്ടാകുന്നു. ആത്മാക്കളെല്ലാം സഹോദരന്മാരാണ്. ഏതെല്ലാം ധർമ്മത്തിലുള്ളവർ വരുന്നുവോ അവർ പറയുന്നു എല്ലാ ധർമ്മത്തിലുള്ളവരും സഹോദരന്മാരാണ്. പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ബാബയുടെ മോസ്റ്റ് ബിലവഡ് കുട്ടികളാണ്. ബാബയിൽ നിന്നും പൂർണ്ണമായും പരിധിയില്ലാത്ത സമ്പത്ത് തീർച്ചയായും ലഭിക്കും. എങ്ങനെ നേടും? അതും കുട്ടികളായ നിങ്ങൾക്ക് സെക്കൻഡിൽ ഓർമ്മ വരുന്നു. നമ്മൾ സദോ പ്രധാനമായിരുന്നു, പിന്നെ തമോ പ്രധാനമായി. ഇപ്പോൾ വീണ്ടും സദോ പ്രധാനം ആകേണ്ടതുണ്ട്. നിങ്ങൾക്കറിയാം, ബാബയിൽ നിന്നും നമുക്ക് സ്വർഗത്തിൻ്റെ സുഖങ്ങളുടെ സമ്പത്ത് നേടേണ്ടതുണ്ട്. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹം വിനാശിയാണ്. ആത്മാവ് തന്നെയാണ് ശരീരം ഉപേക്ഷിച്ചു പോകുന്നത്. പിന്നെ പോയി മറ്റൊരു പുതിയ ശരീരം ഗർഭത്തിൽ എടുക്കുന്നു. പാവ, അതായത് ശരീരം എപ്പോൾ തയ്യാറാകുന്നോ അപ്പോൾ ആത്മാവ് അതിൽ പ്രവേശിക്കുന്നു. എന്നാൽ അത് രാവണന് വശപ്പെട്ടിരിക്കുന്നു. വികാരങ്ങൾക്ക് വശപ്പെട്ട് ജയിലിൽ പോകുന്നു. അവിടെയാണെങ്കിൽ രാവണൻ ഉണ്ടായിരിക്കുന്നതേയില്ല. ദുഃഖത്തിൻ്റെ കാര്യമേ ഇല്ല. എപ്പോഴാണോ വൃദ്ധ അവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാകും, ഇപ്പോൾ ഈ ശരീരം ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരു ശരീരത്തിൽ പോയി പ്രവേശിക്കും. അവിടെ ഭയത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെയാണെങ്കിൽ എത്ര ഭയപ്പെടുന്നു. അവിടെ നിർഭയരായിരിക്കും. ബാബ കുട്ടികളായ നിങ്ങളെ അപാര സുഖങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സത്യയുഗത്തിൽ അപാര സുഖമാണ്, കലിയുഗത്തിൽ അപാര ദുഃഖമാണ്. അതിനാൽ ഇതിനെ പറയുന്നത് തന്നെ ദുഃഖധാമം എന്നാണ്. ബാബ ഒരു പ്രയാസവും നൽകുന്നില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊള്ളൂ. കുട്ടികളെ പരിപാലിക്കൂ. കേവലം ബാബയെ ഓർമ്മിക്കൂ. ഗുരു ഗോസായിമാരെ എല്ലാം ഉപേക്ഷിക്കൂ. ഞാൻ എല്ലാ ഗുരുക്കന്മാരെക്കാളും ഉയർന്നതാകുന്നു. അവരെല്ലാം എൻ്റെ രചനയാണ്. എന്നെ അല്ലാതെ മറ്റാരെയും പതീത പാവനൻ എന്ന് പറയില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ പതീത പാവനൻ എന്ന് പറയുമോ? ഇല്ല. എന്നെ അല്ലാതെ ദേവതമാരെ പോലും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ ഗംഗയെ പതീത പാവനി എന്ന് പറയുമോ? ഈ ജലത്തിൻ്റെ നദികൾ സദാ ഒഴുകുന്നു. ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവയും ഒഴുകിപ്പോകുന്നു. ഇതിൽ സ്നാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മഴ പെയ്യുകയാണെങ്കിൽ ഫ്ലഡ് വരുന്നു. ഇതും ദുഃഖമായല്ലോ. അളവറ്റ ദുഃഖമാണ്. വെള്ളപ്പൊക്കത്തിൽ നോക്കൂ, എത്ര മനുഷ്യർ മരിച്ചുപോയി. സത്യയുഗത്തിൽ ദുഃഖത്തിൻ്റെ കാര്യമേയില്ല. മൃഗങ്ങൾക്കും ദുഃഖമുണ്ടാകുന്നില്ല. അവയുടെയും അകാല മൃത്യു ഉണ്ടാകുന്നില്ല. ഈ ഡ്രാമയെ ഇങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്. ഭക്തിയിൽ പാടുന്നു, ബാബ അങ്ങ് എപ്പോൾ വരുമോ അപ്പോൾ നമ്മൾ അങ്ങയുടേത് തന്നെയാകും. വരുന്നുണ്ടല്ലോ.
ദുഃഖധാമത്തിൻ്റെ അന്തിമത്തിൻ്റെയും സുഖധാമത്തിൻ്റെ ആദിയുടെയും മധ്യത്തിൽ തന്നെയാണ് വരിക. എന്നാൽ ഇത് ആർക്കും അറിയില്ല. സൃഷ്ടിയുടെ ആയുസ് എത്രയാണ്? ഇതും അറിയുന്നില്ല. ബാബ എത്ര സഹജമായി പറഞ്ഞു തരുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ആയുസ് 5000 വർഷമാണ് എന്ന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരുന്നുവോ? അവരാണെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, 1250 വർഷത്തിൻ്റെതാണ് ഓരോ യുഗവും. സ്വസ്തികയിൽ പൂർണ്ണമായി 4 ഭാഗങ്ങൾ ഉള്ളതായി കാണിക്കുന്നു. അല്പം പോലും വ്യത്യാസം ഉണ്ടാകുന്നില്ല. വിവേകവും പറയുന്നു, ആക്യുറേറ്റ് കണക്ക് ആയിരിക്കണം. പുരിയിലും, അതായത് ജഗന്നാഥപുരിയിലും അരിയുടെ അണ്ടാവ് വയ്ക്കുമ്പോൾ പൂർണ്ണമായും 4 ഭാഗങ്ങൾ സ്വയമേ ആകുന്നു. ഇങ്ങനെ യുക്തി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ അരി ധാരാളം കഴിക്കുന്നു. ജഗന്നാഥ് എന്ന് പറഞ്ഞാലും ശ്രീനാഥ് എന്ന് പറഞ്ഞാലും കാര്യം ഒന്നു തന്നെയാണ്. രണ്ടുപേരെയും കറുപ്പായി കാണിക്കുന്നു. ശ്രീനാഥന്റെ ക്ഷേത്രത്തിലും നെയ്യുടെ ഭണ്ഡാരമുണ്ട്. എല്ലാം നെയ്യ് കൊണ്ടുണ്ടാക്കിയ നല്ല നല്ല വസ്തുക്കൾ ലഭിക്കുന്നു. പുറത്തും കടകൾ ഇടുന്നു. എത്ര ഭോഗ് വയ്ക്കുന്നുണ്ടാകും? എല്ലാ സഞ്ചാരികളും പോയി വ്യാപാരികളിൽ നിന്നും വാങ്ങുന്നു. ജഗന്നാഥിൽ അരി തന്നെ അരിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അത് ജഗന്നാഥൻ, മറ്റത് ശ്രീനാഥൻ. സുഖധാമത്തെയും ദുഃഖധാമത്തെയും കാണിക്കുന്നു. ശ്രീനാഥൻ സുഖധാമത്തിലേതായിരുന്നു, മറ്റേത് ദുഃഖധാമത്തിലേത്. കാമചിതയിൽ കയറി കറുപ്പായത് ഈ സമയത്താണ്. ജഗന്നാഥന് കേവലം ചോറിൻ്റെ ഭോഗ് വയ്ക്കുന്നു. ഇതിനെ ദരിദ്രമായും അതിനെ ധനികനായും കാണിക്കുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ഒരു ബാബ തന്നെയാണ്. ഭക്തിയെ അജ്ഞാനം എന്ന് പറയുന്നു. അതിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. അവിടെ കേവലം ഗുരുക്കന്മാർക്ക് വളരെയധികം വരുമാനമുണ്ടാകുന്നു. സമർത്ഥരാണെങ്കിൽ അവരിൽ നിന്നും എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അവർ പറയും, ഇത് നമ്മുടെ ഗുരുവാണ്, അദ്ദേഹം നമ്മളെ ഇത് പഠിപ്പിച്ചു. അവരെല്ലാം ശാരീരികമാണ്, ജന്മമെടുക്കുന്നവരാണ്. ഇപ്പോൾ നിങ്ങളോടൊപ്പം ആരാണുള്ളത്? വിചിത്രമായ ബാബ. ആ ഒന്ന് പറയുന്നു, ഇതെൻ്റെ ശരീരമല്ല, ഇത് നിങ്ങളുടെ ഈ ദാദായുടെ ശരീരമാണ്. അദ്ദേഹം മുഴുവൻ 84 ജന്മവും എടുത്തു. ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ഇതിനെ ഗോമുഖം എന്നും പറയുന്നു. ഗോമുഖത്തേക്ക് എത്ര ദൂരെ ദൂരെ നിന്നും വരുന്നു. ഇവിടെയും ഗോമുഖമുണ്ട്. പർവ്വതത്തിൽ നിന്നും ജലം തീർച്ചയായും വരും. കിണറിലും ദിവസവും ജലം പർവ്വതത്തിൽ നിന്നും വരുന്നു. അത് ഒരിക്കലും നിലയ്ക്കുന്നില്ല. ജലം വന്നുകൊണ്ടേയിരിക്കുന്നു. എവിടെ നിന്നെങ്കിലും അരുവി ഒഴുകി വരികയാണെങ്കിൽ അതിനെ ഗംഗാജലം എന്ന് പറയും. അവിടെ പോയി സ്നാനം ചെയ്യുന്നു, ഗംഗാജലമായി മനസ്സിലാക്കുന്നു. എന്നാൽ പതീതത്തിൽ നിന്നും പാവനം ഈ ജലത്തിലൂടെ ആവുകയില്ല. ബാബ പറയുന്നു, പതീത പാവനൻ ഞാനാകുന്നു. ഹേ ആത്മാക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകട്ടെ. ബാബ നിങ്ങളെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. ഈ സമയത്ത് ലോകത്തിൽ എല്ലാവരും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കർമ്മഭോഗമാണല്ലോ. മുൻപുള്ള ജന്മത്തിൽ പാപം ചെയ്തിട്ടുണ്ട്. 63 ജന്മത്തെ കണക്കുകളാണ്. അല്പാൽപം കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചന്ദ്രന്റെ കലകൾ കുറയാറുള്ളതുപോലെ. ഇത് പിന്നെ പരിധിയില്ലാത്ത പകലും രാത്രിയുമാണ്. ഇപ്പോൾ മുഴുവൻ ലോകത്തിലും, അതിലും വിശേഷിച്ച ഭാരതത്തിൽ രാഹുവിൻ്റെ ദശ നിലനിൽക്കുകയാണ്. രാഹുവിൻ്റെ ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ശ്യാമത്തിൽ നിന്നും സുന്ദരമായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ശ്രീകൃഷ്ണനെയും ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. ശരിക്കും കറുപ്പാക്കിയിരിക്കുകയാണ്. കാമചിതയിൽ കയറി അപ്പോൾ അടയാളം കാണിച്ചിരിക്കുകയാണ്.
എന്നാൽ മനുഷ്യരുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതേയില്ല. ഒരാൾ കറുപ്പും മറ്റൊരാൾ വെളുപ്പുമാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ വെളുപ്പാകാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. സതോ പ്രധാനം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുമ്പോഴാണല്ലോ ആവുക. ഇതിൽ പ്രയാസത്തിൻ്റെ കാര്യമേ ഇല്ല. ഈ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നു, പിന്നെ പ്രായേണ ലോപിച്ചു പോകുന്നു. ഗീത പഠിച്ച് കേൾപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ജ്ഞാനം കേൾപ്പിക്കാൻ സാധിക്കില്ല. അതായി ഭക്തിമാർഗത്തിന് വേണ്ടിയുള്ള പുസ്തകം. ഭക്തിമാർഗത്തിന് വേണ്ടി അനേകം സാമഗ്രികളുണ്ട്, അനേകം ശാസ്ത്രമുണ്ട്. ചിലർ ചിലത് പഠിക്കുന്നു, ചിലർ ചിലത് ചെയ്യുന്നു. രാമന്റെ ക്ഷേത്രത്തിലും പോകുന്നു. രാമനെയും കറുപ്പാക്കിയിരിക്കുകയാണ്. ചിന്തിക്കേണ്ടതാണ്, എന്തുകൊണ്ട് കറുപ്പാക്കുന്നു? കൽക്കട്ടയിലെ കാളിയുമുണ്ട്. അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് പരവശമാകുന്നു. ഏറ്റവും കറുത്തത് അതാണ്. വളരെ ഭയാനകമായും കാണിക്കുന്നു. അതിനെ പിന്നെ മാതാവ് എന്ന് പറയുന്നു. നിങ്ങളുടേത് ഈ ജ്ഞാന ബാണവും ജ്ഞാന കഠാരയും മറ്റുമാണ്. അപ്പോൾ അവർ പിന്നെ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ മുൻപ് കാളിയുടെ മേൽ മനുഷ്യരുടെ ബലി അർപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് നിർത്തലാക്കി. മുൻപ് സിന്ധിൽ ദേവിയുടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. എപ്പോഴാണോ ബോംബ് പൊട്ടിയത്, അപ്പോൾ ഒരു ബ്രാഹ്മണൻ പറഞ്ഞു, കാളി എന്നെ ഈ ഒരു ശബ്ദം കേൾപ്പിച്ചു, എൻ്റെ ക്ഷേത്രമില്ല, വേഗം ഉണ്ടാക്കൂ, ഇല്ലെങ്കിൽ ഇനിയും ബോംബ് പൊട്ടും. ഇത്ര തന്നെ. ധാരാളം പൈസ ശേഖരിക്കപ്പെട്ടു, ക്ഷേത്രം ഉണ്ടായി. ഇപ്പോൾ നോക്കൂ, അനേകം ക്ഷേത്രങ്ങളുണ്ട്. എത്ര സ്ഥലങ്ങളിൽ അലയുന്നു. ബാബ നിങ്ങളെ ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കിച്ചു തരുന്നു. ആരെയും അധിക്ഷേപിക്കുന്നില്ല. ബാബ ഡ്രാമ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സൃഷ്ടിചക്രം എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടത്? എന്തെല്ലാം നിങ്ങൾ കണ്ടുവോ അത് വീണ്ടും ഉണ്ടാകും. ഏതൊരു വസ്തു ഇല്ലയോ അത് ഉണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നു, അത് നമ്മൾ പാഴാക്കി. ഇപ്പോൾ പിന്നെ ബാബു പറയുന്നു, കുട്ടികളെ, നരനിൽ നിന്നും നാരായണൻ ആകണമെങ്കിൽ പുരുഷാർത്ഥം ചെയ്യൂ. ഭക്തിമാർഗത്തിൽ നിങ്ങൾ വളരെയധികം കഥകൾ കേട്ടുവന്നു. അമര കഥ കേട്ടു. പിന്നെ ആരെങ്കിലും അമരമായോ? ആർക്കെങ്കിലും ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിച്ചോ? ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഈവിൾ ആയ ഒന്നും ഈ കണ്ണുകൾ കൊണ്ട് നോക്കാതിരിക്കൂ. സിവിൾ കണ്ണുകളോട് നോക്കൂ, ക്രിമിനലോടെ അല്ല. ഈ പഴയ ലോകത്തെ നോക്കരുത്. ഇത് ഇല്ലാതാകേണ്ടതുണ്ട്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് വേണ്ടി രാജ്യം നൽകിയ ശേഷം പോകുന്നു. അവിടെ മറ്റാരുടെയും രാജ്യം ഉണ്ടായിരിക്കില്ല. ദുഃഖത്തിൻ്റെ പേരേയില്ല. നിങ്ങൾ വളരെ സുഖമുള്ളവരും ധനികരുമായിരിക്കും. ഇവിടെയാണെങ്കിൽ മനുഷ്യർ എത്ര വിശന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ മുഴുവൻ വിശ്വത്തിലും നിങ്ങൾ രാജ്യം ഭരിക്കുന്നു. എത്ര കുറച്ച് ഭൂമിയാണ് വേണ്ടത്? ചെറിയ പൂന്തോട്ടം പിന്നെ വളർന്ന് കലിയുഗത്തിൻ്റെ അന്തിമമാകുമ്പോൾ എത്ര വലുതാകുന്നു. 5 വികാരങ്ങളുടെ പ്രവേശനം കാരണം അത് മുള്ളുകളുടെ കാടായി മാറുകയും ചെയ്യുന്നു. ബാബു പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിലൂടെ നിങ്ങൾ ആദ്യം മധ്യ അന്ത്യം ദുഃഖമാണ് നേടുന്നത്. ജ്ഞാനത്തെയും ഭക്തിയെയും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. വിനാശം മുന്നിൽ നിൽക്കുന്നു. അതിനാൽ ഇപ്പോൾ വേഗം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പാപം ഭസ്മമാവുകയില്ല. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. പതീത പാവനൻ ഒരു ബാബ തന്നെയാണ്. കഴിഞ്ഞ കൽപ്പത്തിൽ ആര് പുരുഷാർത്ഥം ചെയ്തുവോ അവർ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും. തണുത്തു പോയവരാകരുത്. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കരുത്. എല്ലാവരും ദുഃഖം നൽകുന്നവരാണ്. ആരാണോ സദാ സുഖം നൽകുന്നവൻ, ആ ഒന്നിനെ ഓർമ്മിക്കൂ. ഇതിൽ അലംഭാവം കാണിക്കരുത്. ഓർമ്മിക്കുകയില്ലെങ്കിൽ എങ്ങനെ പാവനമാകും? ശരി. മധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം.
ഈ കണ്ണുകളിലൂടെ ഈവിളായത്, അതായത് മോശമായത് നോക്കരുത്. ബാബ ജ്ഞാനത്തിൻ്റെ ഏതൊരു മൂന്നാമത്തെ നേത്രം നൽകിയോ ആ സിവിൾ നേത്രത്തിലൂടെ തന്നെ നോക്കണം. സദോ പ്രധാനമാകുന്നതിൻ്റെ പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. ഗൃഹസ്ഥ വ്യവഹാരത്തെ പരിപാലിക്കുമ്പോഴും പ്രിയപ്പെട്ട ഒന്നായ ബാബയെ ഓർമ്മിക്കണം. അന്തിമകാലത്തിൽ ഒരു ബാബയെ അല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരാത്ത വിധം അവസ്ഥ ഉറപ്പിക്കണം. വരദാനം: തൻ്റെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വിശ്വത്തിൻ്റെ അന്തരീക്ഷം പരിവർത്തനപ്പെടുത്തുന്ന ആധാരമൂർത്തിയായി ഭവിക്കട്ടെ. കുട്ടികളായ നിങ്ങൾ കേവലം സ്വന്തം ജീവിതത്തിൻ്റെ ആധാരമല്ല, എന്നാൽ വിശ്വത്തിലെ സർവ ആത്മാക്കളുടെയും ആധാരമൂർത്തിയാണ്. താങ്കളുടെ ശ്രേഷ്ഠ വൃത്തിയിലൂടെ വിശ്വത്തിൻ്റെ അന്തരീക്ഷം പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ പവിത്ര ദൃഷ്ടിയിലൂടെ വിശ്വത്തിലെ ആത്മാക്കളും പ്രകൃതിയും രണ്ടും പവിത്രമായി കൊണ്ടിരിക്കുന്നു. ദൃഷ്ടിയിലൂടെ സൃഷ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ ശ്രേഷ്ഠ കർമ്മങ്ങളിലൂടെ ശ്രേഷ്ഠാചാരി ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ ഇത്രയും വലിയ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരി ആകുന്നു എന്നതിനാൽ ഭാവിയിൽ കിരീടവും സിംഹാസനവും ലഭിക്കുന്നു. സ്ലോഗൻ: സർവശക്തിവാനായ ബാബയെ തൻ്റെ കൂട്ടുകാരനാക്കൂ. അപ്പോൾ ഒരു വിഘ്നത്തിനും താങ്കളെ തടയുവാൻ സാധിക്കില്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ജ്ഞാന സ്വരൂപ ആത്മാവായ ഞാൻ വ്യക്തഭാവത്തിൻ്റെയും വ്യക്ത ദേശത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയാകുന്നു. ഈ അവ്യക്ത ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബ്ദാദയുടെ ദിവ്യ അലൗകിക കൂട്ടുകെട്ട് എനിക്ക് അനുഭവമാകുന്നു. അവ്യക്ത ദേശത്തിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അനുഭവം എനിക്കുണ്ടാകും. ഈ അവ്യക്ത ദേശത്തിൽ അവ്യക്ത ബാബ്ദാദയുടെ മുന്നിൽ ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും സന്മുഖത്ത് ഒരു ആത്മീയ നക്ഷത്രമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാന സൂര്യൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മനക്ഷത്രത്തിൽ പതിക്കുന്നു. ജ്ഞാന സൂര്യൻ്റെ സർവ ഗുണങ്ങളുടെയും ഈ കിരണങ്ങൾ പതിക്കുമ്പോൾ ആ ഗുണങ്ങൾ എന്നിൽ ധാരണയാകുന്നു. ജ്ഞാനം മാസ്റ്റർ ജ്ഞാന സൂര്യനായി സ്വയം അനുഭവിക്കുന്നു. ജ്ഞാനചന്ദ്രൻ്റെ ശീതളമായ കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ എൻ്റെ സ്വരൂപവും ശീതളമായി മാറുന്നു.
ജ്ഞാന സൂര്യൻ്റെയും ജ്ഞാന ചന്ദ്രൻ്റെയും ശക്തിയുടെയും ശീതളതയുടെയും ഡബിൾ ഫോഴ്സ് എനിക്ക് ഒരു ദിവ്യവും അലൗകികവുമായ നിറവ് പകർന്നു തരുന്നു. ഞാൻ സംതൃപ്ത ആത്മാവായി സഫലതാ നക്ഷത്രമായി സ്വയം അനുഭവിക്കുന്നു. ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടിയിലൂടെ വിജയി രത്നമായി മാറാനുള്ള വരദാനം എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശ്രേഷ്ഠ സ്ഥിതിയും ദിവ്യ അനുഭവങ്ങളും പ്രാപ്തമാക്കി മാസ്റ്റർ ജ്ഞാന സൂര്യനായി ഞാൻ വ്യക്ത ദേഹത്തിൽ വേറിട്ടും ബാബയ്ക്ക് പ്രിയപ്പെട്ടും സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയിലെ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നത് പോലെ മാസ്റ്റർ ജ്ഞാനസൂര്യനായ എന്നിൽ നിന്നും ഈശ്വരീയ ശക്തിയുടെയും ശീതളതയുടെയും കിരണങ്ങൾ പ്രസരിക്കുന്നു. ആ കിരണങ്ങൾ അന്യ ആത്മാക്കളുടെ അധമ സംസ്കാരങ്ങളാകുന്ന കീടാണുക്കളെ ഭസ്മമാകട്ടെ. ജ്ഞാനസൂര്യൻ്റെ യഥാർത്ഥ പരിചയവും പ്രാപ്തിയും നേടാനുള്ള ഭാഗ്യം സിദ്ധമാകട്ടെ.